എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എത്ര മണിക്കാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരിക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഒന്നുകിൽ ഇന്ന് 10 മണിയോടെയോ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 3 മണിയോടെയായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വെബ്സൈറ്റിൽ വരിക. അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു മെയ് 28-ാം തീയതി വരെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതായത് ഇന്ന് മെയ് 24-ാം തീയതിയാണ്. അത് ഇനി ഏകദേശം ഒരു 3 ദിവസം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം, അതായത് 4 ദിവസത്തോളം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ തിരക്കിട്ട് ഈ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നിങ്ങളുടെ അപേക്ഷയിൽ എന്തൊക്കെ തെറ്റുകളുണ്ട്, അതുപോലെ എന്തൊക്കെയാണ് പുതുതായിട്ട് കൂട്ടിച്ചേർക്കേണ്ട വിവരങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തീരുമാനിച്ച ശേഷം മാത്രം എഡിറ്റ് ചെയ്യുക. കാരണം ഒരു തവണ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ജില്ലയിലേക്ക് പുതിയ സ്കൂളുകളിലേക്ക് ഓപ്ഷൻ കൊടുക്കേണ്ടതുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് എല്ലാവിധ എഡിറ്റുകളും ചെയ്ത ശേഷം, അതുപോലെ നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി, അതായത് കാസ്റ്റിൻ്റെ കാറ്റഗറി തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ റിസർവ് സീറ്റിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാറ്റഗറിയൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കാസ്റ്റ് കാറ്റഗറി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ പ്രത്യേകിച്ച് അത് പ്രോസ്പെക്ടസിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനെക്സ്റ്റർ 2-ലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ അനെക്സ്റ്റർ 2 എന്നുള്ളതിൽ നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി എന്താണെന്ന് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് പരിശോധിക്കുക. ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ നോക്കാം. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പേജിൽ തന്നെ ഒരു ക്യാപ്ച എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ക്യാപ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം, ഒരു ഏതെങ്കിലും കളർ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിനിൽ കാണുന്നത് പോലെ തന്നെയാണ് കാണാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും അതുപോലെ തന്നെ ക്യാപ്ചയും നൽകാനുണ്ടാവും. അതേപോലെ സെയിം പേജ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. എന്നാൽ കാൻഡിഡേറ്റ് ലോഗിൻ പേജ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു ട്രയൽ റിസൾട്ട് എന്നുള്ള ആ ഒരു ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് ഞാൻ കാൻഡിഡേറ്റ് ലോഗിൻ്റെ ജസ്റ്റ് ആ ഒരു എങ്ങനെയാണ് ലോഗിൻ ചെയ്യാനുള്ള പേജ് ഉണ്ടാവുക എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത ശേഷം, അതായത് ഇത് കാണുന്ന പോലെയാണ് ടെക്സ്റ്റ് ഉണ്ടാവുക, ക്യാപ്ച ഉണ്ടാവുക. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്താണോ കാണുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ട്രയൽ റിസൾട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്താണ് കാണുന്നത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് ഓപ്ഷൻ ഏത് കോഴ്സിനാണ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് പുതിയൊരു പേജിൽ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്കും അതുപോലെ തന്നെ യുവർ റാങ്ക്, ലാസ്റ്റ് റാങ്ക് ഇതുപോലുള്ള ലിങ്കുകളും കാണാൻ പറ്റും. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചുവപ്പ് കളറിലാണ് കാണാൻ പറ്റുക. അതുപോലെ യുവർ റാങ്ക് ഡീറ്റെയിൽസ്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നിങ്ങനെ ലിങ്കുകളും കാണാൻ പറ്റും. യുവർ റാങ്ക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുന്ന കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ നൽകിയ സ്കൂളുകളിൽ ആ ഒരു കോഴ്സുകളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അതുപോലെ ആ ഒരു കോഴ്സുകളിൽ ആ ഒരു സ്കൂളുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക്, അതായത് ട്രയൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ റാങ്ക് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുതുതായിട്ട് മറ്റേതെങ്കിലും സ്കൂളുകളിലേക്ക് ഓപ്ഷൻ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്കൂളുകൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു സ്കൂളുകളിലെ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാൻ എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ പിന്നീട് ഹോം പേജിലേക്ക് വരിക. ഹോം പേജിലേക്ക് വരുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് കൂടാതെ തന്നെ നിങ്ങൾക്ക് സാധാരണ ഈ ഒരു പേജിൽ കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ലിങ്കും കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ പേജിൽ, അതായത് ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യണം. വീണ്ടും വന്നിട്ട് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാനായിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് വരും, അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ ആക്സസ് കോഡല്ല, ജസ്റ്റ് അവിടെ കാണുന്ന ക്യാപ്ച എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം, അതായത് ഇവിടെ കാണാം ഇംഗ്ലീഷ് അക്ഷരം, അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ളിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെൻഡ് OTP എന്ന് പറഞ്ഞുള്ള ഒരു
മെസ്സേജ് വരും. അപ്പോൾ ആ ഒരു സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ആ ഒരു OTP വരും. അത് കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോയ ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ നിങ്ങളുടെ പേരൻസിൻ്റെ പേര്, അഡ്രസ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസുകൾ, അതുപോലെ നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി, കാസ്റ്റ്, റിലീജിയൻ, അതുപോലെ നിങ്ങളുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും തിരുത്താൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള സ്കൂൾ കോഴ്സ് ഓപ്ഷനുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ആപ്ലിക്കേഷനിലെ എല്ലാവിധ ഡീറ്റെയിൽസും അതുപോലെ തന്നെ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇത്രയുമൊക്കെ നിങ്ങൾ നൽകിയ ശേഷം നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു പച്ച കളറിൽ പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രിവ്യൂ പേജ് പരിശോധിച്ച് പച്ച കളറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറിലോ ആയിരിക്കും പ്രിവ്യൂ പേജ് കാണാൻ പറ്റുക. പ്രിവ്യൂ പേജ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിവ്യൂ പേജിൽ ഓരോ സെഷൻ്റെ നേരെയും ഇതുപോലെ ജസ്റ്റ് ഒരു ബോക്സ് കാണാൻ പറ്റും. അതിൽ ഇപ്പോൾ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസിൻ്റെ ആ ഒരു സെഷൻ ആണെങ്കിൽ ഇവിടെ എഡിറ്റ് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ SSLCയുടെ ആ ഒരു സ്കോറിൻ്റെ ഏതാണെങ്കിൽ എഡിറ്റ് ആ ഒരു മാർക്ക് ഡീറ്റെയിൽസ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവിടെ പേര് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് ഒരു പ്രിവ്യൂ പേജാണെന്ന് മനസ്സിലാക്കാം. അത് എല്ലാ പേജും സെയിം, അതായത് ഏകദേശം കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് അതിന് ഇതുപോലെ ഒരു ചെക്ക് ബോക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിവ്യൂ പേജാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു പേജിൽ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ സൈഡിലുള്ള എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൻസിൽ ഐക്കണോട് കൂടിയുള്ള, അതായത് ഒരു പെൻസിലിൻ്റെ സിമ്പിൾ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വിവരങ്ങൾ എഡിറ്റ് ചെയ്യാവുന്നതും വീണ്ടും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് പ്രിവ്യൂ പേജിലേക്ക് വീണ്ടും വരാവുന്നതും പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് വീണ്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താവുന്നതും ആണ്. ഇങ്ങനെ എല്ലാവിധ തെറ്റുകളും അതുപോലെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവിധ കാര്യങ്ങളും അതുപോലെ ഓപ്ഷൻസ് ഉൾപ്പെടെയുള്ള ആഡ് ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ഇനി യാതൊരുവിധ എഡിറ്റുകളും ചെയ്യേണ്ട ആവശ്യമില്ല. കാസ്റ്റും കാറ്റഗറിയും റിലീജിയനും എല്ലാം ശരിയാണ്. അതുപോലെ പാരൻസിൻ്റെ പേരും കാര്യങ്ങളും അഡ്രസ്സും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണ്, താലൂക്കൊക്കെ കറക്റ്റാണ് എന്നുള്ളത് എല്ലാം കൺഫേം ആയി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണ്, എല്ലാം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്തതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. പിന്നീട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ് വരെ ഈ ഒരു ഓപ്ഷനുകളും ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നിങ്ങളെ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അപേക്ഷയിൽ ഒരു തവണ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് എല്ലാവിധ ഡീറ്റെയിൽസും കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. കാരണം ഒരു തവണ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണവശാലും ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. കാരണം കൺഫേം ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ തയ്യാറായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തവണ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ മെയ് 28-ാം തീയതി വരെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൺഫർമേഷൻ ചെയ്യാൻ അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ പെട്ടെന്ന് പോയിട്ട് എഡിറ്റ് ചെയ്ത് കൺഫേം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കുറച്ച് സാവധാനം എന്തൊക്കെ തെറ്റുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.